സന്തോഷത്തോടെ പിങ്ക് അല്ലെങ്കിൽ റോസ് നിറമുള്ള മെഴുകുതിരി തെളിയിക്കുന്നു. ഇത് സന്തോഷത്തെ പ്രതിനിധീകരിക്കുന്നു. ഈ ഞായറാഴ്ചയെ ഗൗദീദേ നായർ എന്നാണ് വിളിക്കുന്നത്. ഗൗദീദേ എന്ന ലത്തിൻ പദത്തിനർത്ഥം സന്തോഷിക്കുക എന്നതാണ്. ഇടയന്മാർക്ക് മാലാഖമാർ വഴി ലഭിച്ച സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് ഇന്നീ തെളിയുന്ന ഈ മെഴുകുതിരിയുടെ അർത്ഥവും അടിസ്ഥാനവും. ലത്തീൻ പള്ളിയുടെ കാരുണ്യഭവനം എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു. കഴിഞ്ഞ ആഴ്ചത്തെ ഇടവക സംഗമത്തിൽ MP ഹൈബി ഈഡൻ അവർകൾ ശ്രീ ജോഷയ്ക്കും കുടുംബത്തിനും താക്കോൽ കൈമാറി. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു അവരുടെ വീടിന്റെ വെഞ്ചരിപ്പ്. കഴിഞ്ഞ ആഴ്ചയിലെ അന്റോണിയൻ അപ്ഡേറ്റ്സ് നിങ്ങളെല്ലാവരും കണ്ടില്ലേ? രൂപത തലത്തിൽ കഥപരച്ചൽ മത്സരത്തിന് നമ്മുടെ ഇടവകയ്ക്കാണ് 1ാം സ്ഥാനവും 2ാം സ്ഥാനവും ലഭിച്ചത്. അതെ, ഈ ആഴ്ചയും ഞങ്ങൾ നിങ്ങളുമായി മറ്റൊരു സന്തോഷം പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ ഇടവകയിലെ ജുവൽ മരിയ റിജോയ്ക്കാണ് ഉണ്ണിശുക്കുരി കത്തെഴുത്ത് എന്ന മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ചത്. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ അനുജന്മാരും അനുജത്തിമാരും ഒരുക്കുന്ന പുൽത്തൊട്ടി നിങ്ങൾ കാണാറില്ലേ? അത് കാണുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. അതോടൊപ്പം നമുക്കും ഉണ്ണീശോയുടെ പിറന്നാളിനായി ഒരുങ്ങാം. ഞായറാഴ്ച കുർബാനയ്ക്ക് നമുക്കെല്ലാവർക്കും ഒരുങ്ങിയിരിക്കേണ്ടേ? അതിനായി നാളത്തെ വായനകൾ ഏതാന്ന് നമുക്ക് നോക്കാം. ആൽഫയെ, 1ാമത്തെ വായന ഏതാ? സെഫാനിയയുടെ പുസ്തകത്തിൽ നിന്ന് 3ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ 2ാം വായനയോ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 4ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. സുവിശേഷം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. കേട്ടില്ലേ? ഈ വായനകൾ വായിച്ച് നമുക്ക് നാളത്തേക്ക് കുർബാനയ്ക്കായി ഒരുങ്ങിയിരിക്കാം. ഈ ആഴ്ചത്തെ അന്റോണിയൻ വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടില്ലേ? അടുത്ത ആഴ്ചത്തെ അന്റോണിയൻ അപ്ഡേറ്റ്സ് കാണാൻ മറക്കല്ലേ.